ഹായ് കുഞ്ഞുങ്ങളെ, ഞാൻ നിങ്ങളുടെ ബീന കൃഷ്ണയാണ്. ഇന്ന് നമ്മൾ 9ാം ക്ലാസ്സിലെ മാത്സിൻ്റെ 1ാമത്തെ ചാപ്റ്ററിൻ്റെ ഓരോ പാർട്ടുകളും നമ്മൾ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. പേജ് നമ്പർ 15ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ആവും കുഞ്ഞുങ്ങളെ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് കേട്ടോ. അതിനകത്ത് അതായത് പെയർ ഓഫ് ഇക്വേഷൻ അല്ലെങ്കിൽ സമവാക്യ ജോഡികൾ എന്നാണ് ചാപ്റ്ററിൻ്റെ പേര്. അതിനകത്തിലെ ഓരോ പാർട്ടായിട്ടും ഏറ്റവും എളുപ്പമുള്ള രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് കുഞ്ഞുങ്ങളെ പറഞ്ഞു തരുന്നത്. മനസ്സിലാവുന്നു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഏതെങ്കിലും കണക്കിന് നിങ്ങൾക്ക് ഇത് എങ്ങനെയാണ് വന്നേ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. അടുത്ത ക്ലാസ്സിൽ ഞാനത് പറഞ്ഞു തരാം അതെങ്ങനെയാണ് വന്നത് കേട്ടോ. ഡൗട്ടുകളൊക്കെ ക്ലിയർ ചെയ്ത് പോവുക. നമ്മുടെ ക്ലാസ് 5, 6, 7, 8ൻ്റെ എല്ലാ ചാപ്റ്ററിൻ്റെയും മിക്ക ചാപ്റ്ററിൻ്റെയും നോട്ട് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ നോക്കിയേ, പേജ് നമ്പർ 15 നോക്കണേ കുഞ്ഞുങ്ങളെ. 1ാമത്തെ ക്വസ്റ്റ്യൻ തന്നെ. ദ പ്രൈസ് ഓഫ് 2 kilogram ഓഫ് ഓറഞ്ച് ആൻഡ് 3 kilogram ഓഫ് ആപ്പിൾ ഈസ് 520 റുപ്പീസ് കേട്ടോ. 520 rupees. The price of 3 kilogram of orange and 2 kilogram of apple is 480 rupees. What is the price of each? അതായത് മലയാളം ഇംഗ്ലീഷ് എഴുതിയുണ്ട്, നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പെട്ടെന്ന് മനസ്സിലാവും. 2 കിലോഗ്രാം മധുര നാരങ്ങയ്ക്കും ഓറഞ്ചിന് മലയാളം മീഡിയത്തിൻ്റെ ടെസ്റ്റിനകത്തിൽ മധുര നാരങ്ങ എന്നാണ് കേട്ടോ കുഞ്ഞുങ്ങളെ. ഓറഞ്ച് കേട്ടോ, ഓറഞ്ച് എന്ന് നമ്മൾ പറയുന്നില്ലേ. അപ്പം 2 കിലോഗ്രാം മധുര നാരങ്ങയ്ക്കും 3 കിലോഗ്രാം ആപ്പിളിനും കൂടി രണ്ടിനും കൂടി കേട്ടോ 520 രൂപയാണ്. ചോദ്യം നല്ലപോലെ നോക്കണേ. രണ്ടിനും കൂടി 520 രൂപയാണ്. രണ്ടിനും കൂടിയാണ്, അതാണ് ഈ ചോദ്യത്തിൻ്റെ ട്വിസ്റ്റ് എന്ന് പറയുന്നത് അല്ലേ. ഇനി ദ പ്രൈസ് ഓഫ് 3 kilogram ഓഫ് ഓറഞ്ചും 2 kilogram ഓഫ് ആപ്പിളും കൂടെ ആയപ്പോൾ 480 രൂപയുമാണ്. വാട്ട് ഈസ് ദ പ്രൈസ് ഓഫ് ഈച്ച് എന്ന് വെച്ചാൽ രണ്ടിനും കൂടി ലാസ്റ്റിലത്തെ നോക്കിയേ. 2 കിലോഗ്രാം മധുര നാരങ്ങയ്ക്കും അല്ലെങ്കിൽ ഓറഞ്ചിനും 3 കിലോഗ്രാം ആപ്പിളിനും കൂടി 520 രൂപയാണ്. 3 കിലോഗ്രാം ഓറഞ്ചിനും അല്ലെ മധുര നാരങ്ങയ്ക്കും 2 കിലോഗ്രാം ആപ്പിളിനും കൂടി 480 രൂപയാണ്. 1 കിലോഗ്രാം മധുര നാരങ്ങയുടെ വില എന്ത്? ഇതാണ് നമ്മുടെ ചോദ്യം. ക്വസ്റ്റ്യൻ ആദ്യമേ മനസ്സിലാക്കുക എന്നുള്ളതാണ് കുഞ്ഞുങ്ങളെ. അപ്പോൾ ഞാൻ മലയാളം ഇംഗ്ലീഷ് എഴുതി തരാം, നിങ്ങൾ അവനവൻ്റെ എഴുതിയെടുക്കുക കേട്ടോ. ഫസ്റ്റിൽ എന്താ, നമുക്ക് ഓറഞ്ച് അല്ലേ, നമ്മൾ ഓറഞ്ചിന് ഈ മലയാളം മീഡിയത്തിൻ്റെ ടെസ്റ്റിൽ എന്താ എഴുതി വെച്ചേന്ന് നോക്കിയേ, മധുര നാരങ്ങ എന്നാ കേട്ടോ. ഇനി ഓറഞ്ച് എന്ന് എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. അപ്പം അതിന് നമുക്ക് വില രണ്ടിനും കൂടി എന്നല്ലേ കുഞ്ഞുങ്ങളിവിടെ പറഞ്ഞേക്കുന്നത് അല്ലേ, രണ്ടിനും കൂടി. അപ്പം ഇതിൻ്റെ വില എന്താ നമുക്കറിയാം. നമ്മൾ ഇതുവരെ ഈ ചെയ്ത കണക്കിനകത്തിൽ അറിയത്തില്ല എന്നുള്ളതിന് ഏത് വേരിയബിൾ എക്സ് ഏത് വേണമെങ്കിലും കൊടുക്കാം. എക്സ് അറിയത്തില്ല, അവിടെ നമ്മളൊരു പേര് കൊടുത്തു എക്സ്. ഇനി അതുപോലെ തന്നെ രണ്ടിനും കൂടിയല്ലേ. അപ്പം അടുത്ത ആളാരാ, ആപ്പിള് അല്ലേ. ആപ്പിളിന് മലയാളത്തിൽ ആപ്പിൾ എന്ന് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ, ആപ്പിൾ. ഓക്കെ, ആപ്പിളിൻ്റെ എന്താ വില രണ്ടിനും കൂടിയാണ്. അതിൻ്റെ എത്രയാണെന്നറിയില്ല അല്ലേ, രണ്ടിനും കൂടി. അപ്പോൾ എക്സ് വൈ എന്നുള്ള പേര് കൊടുത്തു. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ലല്ലോ, കാരണം ഇതുവരെയുള്ള കണക്കിലെല്ലാം നമ്മൾ അങ്ങനെ എഴുതിയേക്കുന്നത്. ഇനി നമുക്ക് ഒന്നാമത്തെ ഇക്വേഷൻ, 2 ഇക്വേഷനിലോട്ട് ഇത് മാറ്റണമല്ലോ. ഒന്നാമത് നോക്കിക്കേ, ഫസ്റ്റ് നോക്കൂ നിങ്ങളെ. 2 കിലോഗ്രാം മധുര നാരങ്ങയ്ക്കാണ് നമ്മൾ എക്സ് എന്ന് കൊടുത്തത്. അപ്പോൾ 2 കിലോഗ്രാം എക്സിനും 3 കിലോഗ്രാം വൈക്കും കൂടി അത് എഴുതിക്കൂടായോ ഇല്ലേ, ചോദ്യത്തിലുണ്ട്. എന്താ, 2 കിലോഗ്രാം എക്സിനും അല്ലേ, എക്സ് എന്ന് വെച്ചാൽ എന്താ, ഓറഞ്ച്, 3 കിലോഗ്രാം ആപ്പിൾ എന്ന് വെച്ചാൽ വൈക്കും കൂടി എത്ര രൂപയാണെന്ന് പറഞ്ഞാൽ 520 രൂപ. അപ്പോൾ നമ്മുടെ ഈ എല്ലാ കണക്കും നിങ്ങൾക്ക് ഇതുവരെ ചെയ്തപ്പോൾ മനസ്സിലായി കാണും. 2 ഇക്വേഷനിലോട്ട് മാറ്റണം അല്ലേ. അപ്പോൾ 2 ഇക്വേഷനായ ഒരു ഇക്വേഷനായ. രണ്ടാമത്തെ നോക്കിക്കേ, 3 കിലോഗ്രാം മധുര നാരങ്ങയ്ക്കും നോക്കണേ കുഞ്ഞുങ്ങളെ 2 കിലോഗ്രാം എന്താ ആപ്പിളിനും കൂടി എത്രയാ, 480 രൂപ. മനസ്സിലായോ? അപ്പോൾ 2 ഇക്വേഷൻ നമുക്ക് കിട്ടിയേ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ലല്ലോ, കാരണം ക്വസ്റ്റ്യൻ ഓൾറെഡി നമുക്ക് തന്നിട്ടുണ്ട്. കണ്ടല്ലോ, മനസ്സിലായോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ നിങ്ങൾ ഇതിനകത്തിൽ? ഒരു ഡൗട്ടും ഇല്ലല്ലോ. ഇനി നോക്കിക്കേ, നമ്മൾ ഇതുവരെ ചെയ്തതിനകത്തിലേ നിങ്ങൾ നോക്കിക്കോടോ നിങ്ങളാണ്ട്. ഒന്നുകിൽ നമ്മൾ എന്താ 2x + 3y = 320 ഇനി ഇവിടെ നമ്മൾ എന്താ ഒന്നുകിൽ 2x + 5y = 400 ഇങ്ങനെയൊക്കെ ആയിരിക്കും. എന്ന് വെച്ചാൽ ഇത് രണ്ടെണ്ണോ ഏതെങ്കിലും ഒന്ന് സെയിം. ഇവിടെ നോക്കി 2x. അപ്പോൾ ഇത് രണ്ടും വെട്ടിപ്പോവും. ഇത് രണ്ടും ഡിഫറൻ്റ് ആയിരിക്കും. അപ്പോൾ ഇത് വെച്ചാൽ നമ്മൾ ഇതുവരെ ചെയ്ത കണക്കിലെല്ലാം അങ്ങനെ നിങ്ങളൊന്നും പുറകെ നോക്കിക്കേ. ഏതെങ്കിലും ഒന്നുകിൽ എക്സോ അല്ലോ വൈയോ ഒരുപോലെ കാണും അല്ലേ. ഒരേ ഡിഫറൻറ്റ് വേരിയബിളും ഒരേ നമ്പറുമാണ് കേട്ടോ. ഡിഫറൻറ്റ് വേരിയബിൾ അല്ല, ഡിഫറൻറ്റ് സൈനുകളും. അതായത് നമ്മളിപ്പോൾ നോക്കിയേ, -4 + 4
-4 + 4 സംഖ്യ ഒരുപോലെയാണ് അല്ലേ, പക്ഷേ സൈനുകൾ ഡിഫറൻ്റ് ആണെങ്കിൽ അതിൻ്റെ ആൻസർ 0 ആണ്. എന്ന് വെച്ചാൽ രണ്ടും കൂടി വെട്ടിപ്പോകുമെന്നാണ്. ഇത് ഞാൻ കുറേ ആദ്യം തൊട്ടേ പറയുന്നതാണ്, എന്നാലും ആദ്യമായിട്ട് അഥവാ എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ എന്ന് അറിയാൻ വേണ്ടിയാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഇതുവരെയുള്ള കണക്ക് ചെയ്തത്. പക്ഷേ ഇവിടെ നോക്കിയോ നിങ്ങൾ, ഈ കണക്കിനകത്തുള്ള ടെസ്റ്റ് നോക്കിയേ, ഇതിനകത്ത് നമുക്ക് ഒന്നിനെയും വെട്ടാൻ പറ്റത്തില്ല. ഇങ്ങനെയാണ് ഇനി അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഓരോ ആദ്യം ചെയ്തതിൽ നിന്ന് ഒരുപാട് വ്യത്യാസമാണ്. രണ്ടാമത്തെ സിംഗിൾ ഇക്വേഷൻ ഉണ്ടായിരുന്നു, 2 ഇക്വേഷൻ ഉണ്ട്. ഇത് നമ്മൾ വേറെ മോഡൽ, നിങ്ങൾ ഓരോ കണക്കിൻ്റെയും പ്രത്യേകത നോക്കിക്കോണം കേട്ടോ. ഇവിടെ നോക്കിക്കേ 2x + 3y ആണ്, ഇവിടെ 3x + 2y ആണ്. കണ്ടോ, ഇതിനകത്ത് നമുക്ക് ഇങ്ങനെ വെട്ടാൻ ഒരേപോലത്തെ ഒന്നുമില്ല. അപ്പം നിങ്ങൾ എന്ത് ചെയ്യാന്നറിയോ, ഇവ രണ്ടും കൂടി ഒന്ന് ഓർത്തോണോ നിങ്ങൾ, ഇത് രണ്ടും കൂടി ഒന്ന് ഇൻഡ്യൂ ചെയ്യണേ. ഇനിയുള്ള കണക്കൊന്ന് ഇതിൻ്റെ ക്ലൂ എളുപ്പവഴി പറഞ്ഞ കേട്ടോ. ഇത് രണ്ടും കൂടി നിങ്ങളൊന്ന് ഇൻഡ്യൂ ചെയ്യണം. എത്രയാ? 6 അല്ലയോ? അത് രണ്ടും കൂടി ചെയ്യുമ്പോൾ എത്ര? 6 വരണം. നമുക്ക് എത്ര വരണം? 6 വരണം. അപ്പോൾ ഈ 2ൻ്റെ കൂടെ നമ്മൾ എത്ര ഇടണം? എത്ര ഇട്ടാൽ 6 വരുമോ നോക്കണം. 2ൻ്റെ കൂടെ എത്ര ഇട്ടാലോ നിങ്ങളെ 6 വരുന്നത്? ഇവിടാണ് എൻ്റെ ക്ലൂ. 2ൻ്റെ കൂടെ 3 ഇട്ട് കൊടുക്കണം. അപ്പം നമ്മൾ ഒരിടത്ത് മാത്രം, നമ്മൾ നേരത്തെ ഞാൻ എൻ്റെ ക്ലാസ് കണ്ടവർക്കറിയാം, ഒരാൾക്ക് മാത്രം കൊടുത്താൽ പോരാ, ബാക്കിയുള്ളവർ ഇരിക്കപ്പുറത്ത് തരത്തില്ല. കൊടുക്കുമ്പോൾ എല്ലാവർക്കും കൊടുക്കണം. അവിടെ 3 വന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായോ? 2 കാരണം ഡിഫറൻ്റ് നമ്പറാണ് വന്നത് അല്ലേ. വേരിയബിൾ ഒന്നാണ്, പക്ഷെ ഡിഫറൻറ്റ് വേരിയബിൾ ഒന്നും നമുക്കൊന്നും ചെയ്യാനോ ഇവിടെ പറ്റുന്നില്ല, വെട്ടാനോ എടുക്കാനോ ഒന്നും പറ്റുന്നില്ല. അപ്പം നമ്മൾ അതിനെ വെട്ടി ചെയ്യാനുള്ള ഒരു എളുപ്പ വഴിക്കാണ് നമ്മൾ ശ്രമിക്കുന്നത്. ഈ 2ഉം ഈ 3 കൂടെ ഇൻഡ്യൂ ചെയ്തപ്പോൾ എത്ര? 6 ആ വന്നത് അല്ലേ. എത്ര നിങ്ങളെ? 6 ആ വന്നത് അല്ലേ. അപ്പോൾ 2ൻ്റെ കൂടെ 3 ആണ് നമ്മൾ കൊടുത്തതെന്ന് മനസ്സിലായി. ആ 3 എന്ത് ചെയ്യണം? ഇതിന് 3 പേർക്കും കൊടുക്കണം. മനസ്സിലായോ? ഒരാൾക്ക് മാത്രമല്ലേ കുഞ്ഞുങ്ങളെ, ഇത് ഓർത്തോണേ. 3 പേർക്കും നമ്മൾ എന്ത് ചെയ്യണം? കൊടുക്കണം കേട്ടോ. താഴത്തെ അല്ല, മേളിലത്തെ കേട്ടോ. 2ൻ്റെ കൂടെ 3 കൊടുത്തെങ്കിൽ 3yക്കും കൊടുക്കണം, 520നും കൊടുക്കണമെന്ന്. ഇപ്പം പിടികിട്ടിയോ? മനസ്സിലായോ? അപ്പോൾ നമ്മൾ ഓക്കെ 2 × 3 ഇത് മനസ്സിലായെങ്കിൽ ഈ കണക്ക് ഓക്കെ. എങ്ങനെയാണ് വന്നതെന്ന് ഒന്നുകൂടെ പറയണോ എൻ്റെ കുഞ്ഞുങ്ങളെ? ഇവിടെ വെട്ടിക്കളയാൻ നമുക്ക് പറ്റുന്നില്ല. ആ ക്ലൂ ഓർത്തോണേ, വെട്ടിക്കളയാൻ നമുക്ക് പറ്റുന്നില്ല. കാരണം ഒരേ സംഖ്യകൾ വന്നെങ്കിലേ നമുക്ക് വെട്ടിക്കളയാൻ പറ്റൂ. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നറിയോ, ഈ ഫസ്റ്റ് തന്നിരിക്കുന്ന ഇതിനെ രണ്ടിനെയും കൂടെ അങ്ങ് ഇൻഡ്യൂ ചെയ്യണം. ഈ 2ൻ്റെ കൂടെ എത്രയാണ് നമ്മൾ ഇൻഡ്യൂ ചെയ്ത? 3. ആ 3 എത്രയാണോ നമ്മൾ ഇവിടെ എടുക്കുന്നത് അത് എല്ലാവർക്കും കൊടുക്കണം. അത്ര അറിഞ്ഞാൽ മതി. മനസ്സിലായോ? അപ്പം 2 × 3 എന്താ? 6. ഓർത്തോണേ 6. ആ എക്സിനെ അതുപോലെ തന്നെ അങ്ങ് എഴുതണം കേട്ടല്ലോ. പ്ലസ് 3 × 3 അവർക്കും കൊടുക്കണേ 9y ഈസിക്കൽ ടു 520 × 3 520 × 3 0 3 0 2 3 6 5 3 15 15 60. മനസ്സിലായോ? ഇനി അത് ഫസ്റ്റ് റോയിലെ കഴിഞ്ഞു. ഒന്നാമത്തെ ഇക്വേഷൻ നമ്മൾ കഴിഞ്ഞു. മനസ്സിലായോ? ഇതിനെ മാറ്റിയതാ. ഇനി നോക്കിയേ, ഈ 3ൻ്റെ കൂടെ എത്ര ഇൻഡ്യൂ ചെയ്താൽ നമ്മൾ എന്താ 6 കിട്ടുമെന്നാ? എത്ര ചെയ്യണം? 2. മനസ്സിലാക്കണേ കുഞ്ഞുങ്ങളെ. ഇവിടെ 2ൻ്റെ കൂടെ 3 ഇൻഡ്യൂ അല്ലെ ഗുണിച്ചപ്പോഴാണ് നമുക്ക് 6 കിട്ടിയത്. അപ്പോൾ ആ 3 നമ്മൾ എല്ലായിടവും കൊടുത്തിവിടെ ചെയ്തു. ഇനി താഴത്തെ റോ നോക്കിയേ, 3ൻ്റെ കൂടെ നമ്മൾ എത്ര കൊടുത്തപ്പോഴാണ് 6 കിട്ടിയത്? 2. ഇനി അവിടെ 2 കൊടുത്തെങ്കിൽ എല്ലാവർക്കും ആ 2 കൊടുക്കണം. ഒരാൾക്ക് മാത്രം നമ്മൾ കൊടുത്താൽ പോരാ, കൊടുക്കുമ്പോൾ എല്ലാവർക്കും. മേലിൽ നമ്മൾ 3 ആയിരുന്നു കൊടുത്തത് അല്ലേ, അപ്പോൾ എല്ലാവർക്കും 3 കൊടുത്തു. ഇനി താഴെ നമ്മൾ എന്താ 2 എടുത്തത്, അപ്പോൾ എല്ലാവർക്കും 2 കൊടുക്കണം. ഓക്കെ, 3 × 2 6x പ്ലസ് 2 × 2 4y ഈസിക്കൽ ടു 480 × 2 2 16 4 2 8 960. ഇത് മനസ്സിലായവർക്ക് ഈ കണക്ക് എളുപ്പമാണ്. ഇതെങ്ങനെ വന്നു എന്നൊരു ഡൗട്ട് ആർക്കെങ്കിലും ഉണ്ടോ നിങ്ങളെ? നമുക്കിവിടെ വെട്ടിക്കളയാനില്ല. ഒന്നുകൂടെ ഞാൻ പറയാം. അപ്പം നമ്മൾ എന്ത് ചെയ്യുക? മുകളിലത്തെയും താഴത്തെയും കൂടി ഇൻഡ്യൂ ചെയ്യുക കേട്ടോ. അപ്പം നമുക്ക് എന്താ 2 × 3 ആണ് 6. 3 2 6 അല്ലേ. അപ്പം 2 ആ 3 എല്ലായിടവും കൊടുക്കുക. ഇനി താഴത്തെ നമ്മൾ ഇതെടുക്കുക. രണ്ടാമത്തെ ഇക്വേഷൻ എടുക്കുമ്പോൾ 3ൻ്റെ കൂടെ എത്ര കുടിച്ചപ്പോഴാണ് ഇൻഡ്യൂ കിട്ടിയത്? അല്ലേ 6 കിട്ടിയത് 2. ആ 2 എല്ലായിടവും കൊടുക്കുക. എന്നിട്ട് നോക്കിയാൽ 3 × 2 6 2 × 2 4 480 × 2 എല്ലായിടവും കൊടുക്കണം. ഇപ്പം പിടി കിട്ടിയപ്പോൾ ഓക്കെ 2 ഇക്വേഷനും കിട്ടി, നമുക്ക് അവിടെ വെട്ടാനും കിട്ടി. ഇത് കിട്ടാൻ വേണ്ടി ഈ ഒരേ സംഖ്യകൾ വരാൻ വേണ്ടിയാണ്. മനസ്സിലായോ? കോയിഫിഷ്യൻറ്റും പിന്നെന്താ നമ്പറുകൾ അങ്ങനെയൊക്കെ പറഞ്ഞാൽ പോട്ടെ, അത് പോട്ടെ. ഇത് ഉണ്ട് ഒരേ ഇത് വരുമ്പോൾ വെട്ടിപ്പോവാം. ഓക്കെ 6x 6x പോയാൽ 0.
കണ്ടോ? ഇനി 9y 4y പോയാൽ 5y. 1560 960 കുറച്ചാൽ 600 കേട്ടോ. 0 0 പോയാൽ 0, 0 6 6 പോയാൽ 0, 15 9 പോയാൽ 600. അപ്പോൾ 5y = 600 ആണെങ്കിൽ y = 600/5 = 120 കിട്ടി. വൈയുടെ വില കിട്ടി. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? പറയൂ നിങ്ങൾ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? നമുക്ക് എത്ര കിട്ടി? വയ്യയുടെ വില കിട്ടി. സംശയമൊന്നുമില്ലല്ലോ. ഇനി നമുക്ക് എന്ത് ചെയ്യണം? നമ്മൾ ഇതുവരെ ചെയ്ത പോലെ ഏതെങ്കിലും ഒരു ഇക്വേഷനിലോട്ട്, ഒന്നാമത്തെ ഇക്വേഷനോ രണ്ടാമത്തെ ഇക്വേഷനിലോട്ട് ഈ വയ്യയുടെ വിലയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. നമുക്ക് ഒന്നാമത്തെ തന്നെ എടുക്കാം. നോക്കിക്കേ, ഒന്നാമത്തെ ഏതാ? 2x + 3y = 520 ആണ് ഒന്നാമത്തെ ഇക്വേഷൻ അല്ലേ? അതിനകത്ത് നമുക്ക് വയ്യയുടെ വില ഇട്ട് കൊടുക്കാം. വയ്യയുടെ വില 120. അപ്പം 2x + 3 × വയ്യയുടെ വില 120 = 520. 2x + 120 × 3 എത്ര? 120 × 3 2 3 6 160 520. 2x ഈക്വൽ കഴിഞ്ഞ് വരുന്ന 520 എഴുതുക, പ്ലസ് 160 ഇപ്പുറത്ത് വരുമ്പോൾ -160. 2x = 520 160 പോയാൽ 0 6 6 12 4 360. അപ്പം x = 360 / 2 180. ആർക്കെങ്കിലും ഡൗട്ടുണ്ടോ? എന്തെങ്കിലും ഡൗട്ടുണ്ടോ? 180 വന്നത് എങ്ങനെയാണെന്ന് നോക്കിയോ നിങ്ങൾ. എന്തെങ്കിലും ഡൗട്ടുണ്ടോ? 2x 520 360 ആണോ? 120 സോറി നിങ്ങളെ, 120 × 3 360 കേട്ടോ. അപ്പം 520 360 പോയാൽ നിങ്ങൾക്ക് എന്നോടത് എളുപ്പം പറയാൻ പറ്റത്തില്ല അല്ലേ? 520 360 പോയാൽ ബാലൻസ് 160 കേട്ടോ. 160 / 2 8 2 16 80 വരും. ഓക്കെ, 80 എന്ന് പറയുന്നത് എക്സ് ആണ്. 80 എന്ന് പറയുന്നത് എന്താ? എക്സ് എന്ന് വെച്ചാൽ എന്താ? എക്സ് ഓറഞ്ച് അല്ലേ? അപ്പോൾ ഓറഞ്ചിന് 80 രൂപയാണ് അല്ലേ? ഓറഞ്ചിന് 80. പിന്നെ ഏതാ? വൈ എന്താ? ആപ്പിള് അല്ലേ? ആപ്പിളിന് 120 രൂപ. കണ്ടോ? ഇത് ചെയ്ത് പഠിക്കണം കേട്ടോ. ഇത് ചെയ്ത് പഠിക്കുമ്പോൾ ഉണ്ടല്ലോ, എന്നാൽ ഇത് നല്ല രസവും നിങ്ങളിത് ചെയ്യാൻ കേട്ടോ. ഇത് നിങ്ങൾ ഇങ്ങനെ എന്തൊക്കെയോ ഇവിടെ, പക്ഷേ ഈ വില കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ എളുപ്പമാണ് കേട്ടോ. ഈ ചാപ്റ്ററിലെ വലിയ കണക്ക് ഏതാണെന്ന് വെച്ചാൽ ഇതൊക്കെ തന്നെ. ഇതൊരു 2-3 വട്ടം. ഈ ചാപ്റ്റർ വളരെ ചെറിയൊരു ചാപ്റ്ററാണ് കേട്ടോ. വളരെ ചെറിയൊരു ചാപ്റ്ററാണ്. അപ്പം നിങ്ങൾ ഇത് ചെയ്ത് പഠിക്കാനുണ്ടല്ലോ, ഇത് എളുപ്പമാർഗ്ഗം മേടിക്കാൻ പറ്റുന്ന ഒന്നാമത്തെ ചാപ്റ്ററല്ലേ? എളുപ്പം കേട്ടോ. നമുക്ക് ഇതിൻ്റെ ഒരെണ്ണം കൂടെ ചെയ്യാം. നിങ്ങളെ കൂടുതൽ നിങ്ങൾക്ക് തന്നെ വട്ട് പിടിപ്പിക്കേണ്ട ഒരു കണക്കൂടെ ചെയ്യാം കേട്ടോ. നമുക്ക് പെതുക്കപ്പാം എന്ന് വെച്ചാൽ ചാടി ഇപ്പോൾ ഒറ്റ ലിങ്കിൽ വേണമെങ്കിൽ എനിക്കിത് മൊത്തവും പറഞ്ഞു വിടാവും നിങ്ങളെ, പക്ഷെ നിങ്ങൾക്കത് മനസ്സിലാവണമെന്നില്ലല്ലോ. അതുകൊണ്ട് നമുക്ക് പെതുക്കപ്പാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കില്ല, ടെസ്റ്റിലെ ക്വസ്റ്റ്യൻ കേട്ടോ. എ വയർ 1 meter long is cut into 2 pieces, one of which is bent into a square and the other into an equilateral triangle. 3 times the side of the square and 2 times the side of the equilateral triangle make 71 centimeter. What are the length of the piece? വല്ലോ മനസ്സിലായോ? എന്തെങ്കിലും മനസ്സിലായോ? അതായത് 1 മീറ്റർ നീളമുള്ള ഒരു കമ്പി നമ്മൾ എന്ത് ചെയ്യും? നിങ്ങൾ രണ്ടായിട്ട് അങ്ങ് മുറിച്ചു. 1 മീറ്റർ നീളമുള്ള കമ്പിയാണ്, അതിനെ നമ്മൾ രണ്ടായിട്ട് അങ്ങ് മുറിച്ചു കേട്ടോ. എന്നിട്ട് ഒരു കഷ്ണം വളച്ച് ഒരു സമചതുരവും മറ്റേ കഷ്ണം വളച്ച് ഒരു സമഭുജ ത്രികോണവും ഉണ്ടാക്കി. സമചതുരത്തിൻ്റെ വശത്തിൻ്റെ 3 മടങ്ങും സമഭുജ ത്രികോണത്തിൻ്റെ വശത്തിൻ്റെ 2 മടങ്ങും കൂട്ടിയപ്പോൾ 71 സെൻറ്റിമീറ്റർ ആണ് നമുക്ക് കിട്ടിയത്. എത്ര നീളത്തിലാണ് ആ കമ്പി നമ്മൾ മുറിച്ചത് എന്നാണ് ചോദ്യം കേട്ടോ. ചോദ്യം നമ്മൾ പഠിക്കുമ്പോൾ അതിൻ്റെതായ രീതിയിൽ പഠിക്കണമെങ്കിൽ ഇവിടെ നോക്കിയേ, 1 മീറ്റർ, ഇത് ഞാൻ ആൻസറിന് വരച്ചതാണ് കേട്ടോ. ഇവിടെ നോക്കിയേ, ഞാൻ വരയ്ക്കും. 1 മീറ്റർ നീളമുള്ള ഒരു കമ്പിയാണിത്. മനസ്സിലാക്കണോ നിങ്ങളെ? ഞാൻ എന്ത് ചെയ്യുന്നറിയോ? ഞാൻ ഇവിടെ വെച്ച് അങ്ങ് മുറിച്ചു. ഇവിടെ വെച്ച് മുറിച്ചിട്ട് ഇത്രയും എടുത്തിട്ട് ഞാൻ എന്ത് ചെയ്യുന്നറിയോ? സമഭുജ ത്രികോണം
അല്ല, ആദ്യമേ ഏതാ? സമചതുരം. സമചതുരം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? 4 സൈഡും ഒരുപോലെ ഉള്ളതിനെയാണ് നമ്മൾ സമചതുരം എന്ന് പറയുന്നത്, അല്ലേ? 4 സൈഡ് ഇവിടെ എത്ര ആണോ അത് തന്നെ ഇവിടെയും ഇവിടെയും ഇവിടെയും. ഓക്കെ, അടുത്ത ഞാൻ എന്താ വരച്ചത്? ഒരു ഈക്വലേറ്ററൽ ട്രയാങ്കിള്, അല്ലേ? ഈക്വലേറ്ററൽ ട്രയാങ്കിൾ എന്ന് വെച്ചാൽ എന്താണ്? എന്താ? സമഭുജ ത്രികോണം. ഇവിടെ എത്ര ആണോ അത് തന്നെയാണ് ഇവിടെയും ഇവിടെയും. 3 വശം ഒരുപോലെ ഇരിക്കുന്നത് കൊണ്ടാണ് അതിനെ ഈക്വലേറ്ററൽ ട്രയാങ്കിള് അല്ലെങ്കിൽ സമഭുജ ത്രികോണം എന്ന് പറയുന്നത്. മനസ്സിലായോ? ഞാൻ ഒരു മീറ്റർ എന്ന് വെച്ചാൽ എത്ര 100 സെൻറ്റിമീറ്റർ ആണ്. അതുകൂടെ ഒന്ന് പഠിച്ച് വെച്ചേക്കണേ. 1 മീറ്റർ 100 സെൻറ്റിമീറ്ററാണ്. നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങളാണ്. 1 മീറ്റർ നീളമുള്ള ഒരു വയറിനെ ഞാൻ മുറിച്ചു, കണ്ടല്ലോ? എത്ര വെച്ച് മുറിച്ചു എന്ന് നമ്മളോട് പറയുന്നില്ല. മുറിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു? ഒരു തുല്യം എന്ന് വെച്ചാൽ 4 വശവും ഒരുപോലെ ഇരിക്കുന്നതിനെ ആ സമചതുരം അല്ലെങ്കിൽ സ്ക്വയർ എന്ന് പറയുന്നതും, അതുപോലെ തന്നെ 3 വശവും ഒരുപോലെ ഇരിക്കുന്നത്, അതായത് ഈക്വലേറ്ററൽ ട്രയാങ്കിളിൽ ഒരു ഇതും വരച്ചു. കണ്ടോ? വരച്ചു എന്നല്ല, ഓരോ കഷ്ണങ്ങളായിട്ട് ഞാൻ അതിനെ മുറിച്ച് ഉണ്ടാക്കി. സമഭുജ ത്രികോണത്തിൻ്റെ ഇനിയാണ് നമുക്ക് നോക്കിയേ, നമുക്കിതിൻ്റെ സൈഡോ വല്ലോ എന്തെങ്കിലും പറയുന്നുണ്ടോ? ഇല്ല. അപ്പം നമുക്ക് ഇതിനകത്ത് ഇനി തന്നിരിക്കുന്നത് എഴുതാം. നോക്കൂ നിങ്ങളുടെ സ്ക്വയറിൻ്റെ ഫസ്റ്റ് സൈഡ് ഒന്നും നമുക്ക് തന്നിട്ടില്ല. ഉണ്ടോ? ഇല്ല. അപ്പം നമുക്ക് അത് എഴുതിക്കൂടെ? എങ്ങനെ എഴുതാം? നോക്കിക്കേ, സൈഡ് ഓഫ് എ സ്ക്വയർ, സൈഡ് ഓഫ് എ സ്ക്വയർ എന്ന് വെച്ചാൽ സമചതുരത്തിൻ്റെ, മലയാളം മീഡിയക്കാരെങ്ങനെ എഴുതും? സമചതുരത്തിൻ്റെ വശം, സൈഡിന് പേരറിയത്തില്ല, എക്സ് എന്ന പേര് കൊടുത്തു. ഓക്കെ ആണോ? ഇനി ഈക്വലേറ്ററൽ ട്രയാങ്കിള്, ഈക്വലേറ്ററൽ ട്രയാങ്കിള് അതിൻ്റെ മലയാളം എന്താ? സമഭുജ ത്രികോണം. സമഭുജ എന്ന് വെച്ചാൽ എല്ലാ വശവും ഒരുപോലെ ഇരിക്കുന്നുണ്ട് കേട്ടോ. സമഭുജ ത്രികോണം. കയ്യക്ഷരം അത് നോക്കണ്ട കേട്ടോ, ഞാൻ അങ്ങനെ സ്പീഡിൽ പോകുന്നേ ഉള്ളൂ. അപ്പോൾ അതിന് നമുക്ക് എന്താ നിങ്ങളെ, നമുക്ക് വൈ എന്നും പേര് കൊടുക്കാം. ഇംഗ്ലീഷ് മലയാളം ഉണ്ട്. സൈഡ് ഓഫ് ദ സ്ക്വയറും ഇവിടെ സൈഡ് കൊടുത്തു, സൈഡ് ഓഫ് ദി ഇക്വലേറ്ററൽ ട്രയാങ്കിൾ, അല്ലേ? സൈഡ് ഓഫ് ദ സ്ക്വയറും സൈഡ് ഓഫ് ദ ഇക്വലേറ്ററൽ ട്രയാങ്കിളിലെ നമ്മൾക്ക് എത്രയാണെന്ന് അറിയില്ല. അപ്പം നമ്മൾ എക്സ് വൈ എന്നുള്ള പേര് കൊടുത്തു. ആർക്കെങ്കിലും സംശയമുണ്ടോ? 1 മീറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് ഓർത്ത് വെച്ചേക്കണേ കേട്ടോ. ഓക്കെ ആണോ നിങ്ങളെ? ഇനിയാണ് അറിഞ്ഞിരിക്കേണ്ടത് നമുക്ക് പിന്നെ സമഭുജ ത്രികോണ വശങ്ങളുടെ 2 മടങ്ങ് കൂട്ടിയപ്പോൾ 71 കിട്ടിയെന്ന് പറയുന്നു. അപ്പോൾ നമ്മൾ എന്താ ഇതിനകത്തിൽ കണ്ടുപിടിക്കേണ്ടത്? ഇതിൻ്റെയൊക്കെ പെരിമീറ്റർ കണ്ടുപിടിക്കണം കേട്ടോ. എന്താ നിങ്ങളെ? പെരിമീറ്റർ കണ്ടുപിടിക്കണം. മനസ്സിലായോ? അപ്പം ഞാൻ കണ്ടുപിടിച്ചത് പെരിമീറ്റർ ഓഫ് എ സ്ക്വയർ. ആദ്യമേ നമുക്ക് എന്തിൻ്റെ കാണാം? സമചതുരത്തിൻ്റെ ചുറ്റളവ് കാണാം. സമചതുരത്തിൻ്റെ, ഇത് മലയാളം ഇംഗ്ലീഷ് കൂടെ ആയതുകൊണ്ട് ഒത്തിരിയായിട്ട് തോന്നുന്നു കേട്ടോ. ചുറ്റളവ്, സമചതുരത്തിൻ്റെ ചുറ്റളവ് എന്താ? 4x ആണ് കേട്ടോ. 4 ഇൻറ്റു സൈഡിനെ നമ്മൾ എക്സ് എന്ന് കൊടുത്തത് കൊണ്ടാണ് കേട്ടോ. 4 ഇൻറ്റു സൈഡ് വേണേ അങ്ങനെ എഴുതിക്കോ. 4 ഇൻറ്റു സൈഡ് എന്നോ 4 ഇൻറ്റു എക്സ് എന്നോ എന്ത് വേണമല്ലോ. എക്സ് എന്ന് വെച്ചാൽ സൈഡിൻ്റെ ഇത് പറഞ്ഞതാ. അതുപോലെ തന്നെ എന്താ നമുക്ക് എഴുതാം? 4 ഇൻറ്റു എക്സ്, 4 ഇൻറ്റു സൈഡാണ് നിങ്ങൾ കേട്ടോ. 4 ഇൻറ്റു സൈഡാണ് ഇക്വേഷൻ, അതുകൊണ്ടാണ് 4x. ഇനി അതുപോലെ തന്നെ എന്താണ്? പെരിമീറ്റർ ഓഫ് എന്താ? ഇക്വലേറ്ററൽ ട്രയാങ്കിൾ. ചുരുക്കി എഴുതിയേക്കും കേട്ടോ. പെരിമീറ്റർ ഓഫ് ഇക്വലേറ്ററൽ ട്രയാങ്കിൾ എന്ന് വെച്ചാൽ എന്താ? സമഭുജ ത്രികോണത്തിൻ്റെ ചുറ്റളവ് എന്താ? ത്രികോണമല്ലേ? അപ്പോൾ 3 ഇൻറ്റു സൈഡ് 3x അല്ലേ? 3 ഇൻറ്റു സൈഡ് അല്ലേ? അപ്പോൾ ഇവിടെ എക്സ് അല്ല വൈ ആണ് അല്ലേ? മറ്റേത് ഇതാണ് എക്സ്, ഇത് വൈ. ഈക്വലേറ്ററൽ ട്രയാങ്കിളിന് വൈ എന്നല്ലേ കൊടുത്തത്, അതുകൊണ്ടാണ് ഇവിടെ വൈ. സ്ക്വയറിന് എക്സ് ആയതുകൊണ്ട് ഇവിടെ 4x. അപ്പോൾ അത് രണ്ടും കഴിഞ്ഞു. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എക്സും വൈയും എങ്ങനെയാണ് വന്നതെന്നോ ഉണ്ടോ? കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങളെ? എക്സും വൈയും ഇവിടുന്ന് എങ്ങനെയാണ് വന്നതെന്ന് വല്ല സംശയമുണ്ടോ? ഇല്ലല്ലോ. ഇനി നമുക്ക് എഴുതിക്കൂടായോ? എങ്ങനെയാണ് എഴുതുന്നത്? തന്നത് വെച്ച് എഴുതാം അല്ലേ? എങ്ങനെ എഴുതാൻ പറ്റും നോക്കിയേ. ചോദ്യത്തിൽ എന്തൊക്കെയാണ് നമുക്ക് തന്നിരിക്കുന്നത്? 4x നോക്കിട്ട് നോക്കിയോ നിങ്ങളെ. നമുക്ക് ഇപ്പോൾ ഇത്രയും കിട്ടി. ഇനി നമുക്ക് അതിനെ ഇക്വേഷനിലോട്ട് മാറ്റണം. ഇക്വേഷനിൽ 1 മീറ്റർ നീളമുള്ള ഒരു കമ്പിയെ നമ്മൾ 2 ആയിട്ട് മുറിച്ചു അല്ലേ? എന്നിട്ട് വിരിച്ചില്ലേ? അപ്പോൾ 1 മീറ്റർ നീളമുള്ള കമ്പി എന്ന് പറയുന്നുണ്ട് അല്ലേ? 1 മീറ്റർ നീളം എന്ന് വെച്ചാൽ നമ്മളിവിടെ ചെയ്തു 1 മീറ്റർ 100 സെൻറ്റിമീറ്റർ ആണ് അല്ലേ? ഇവിടെ എന്തൊക്കെയാ? സ്ക്വയറും
എന്തൊക്കെയാണ് നിങ്ങൾ ഇക്വേഷൻ ഒന്ന് എടുക്കുവാന്നേ. ഇവിടെ നമ്മൾ സ്ക്വയറിനെ നമ്മൾ 4x എന്ന് പറഞ്ഞു അല്ലേ, ട്രയാങ്കിൾ ഇക്വലേറ്റർ ട്രയാങ്കിളിനെ 3x എന്ന് പറഞ്ഞു. ഇത് രണ്ടും കൂടി എത്ര 100, അതായത് 1 മീറ്റർ നീളമുള്ള ഒരു കമ്പി, അതിന് 100 സെൻറ്റിമീറ്റർ കേട്ടോ, 100 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇക്വേഷൻ 1 കിട്ടി, ഓർത്തോണേ. ഇനി അത് പറഞ്ഞത് സമചതുരത്തിൻ്റെ വശത്തിൻ്റെ 3 മടങ്ങും. ഇനി ഒന്ന് നോക്കിക്കോട്ടെ നിങ്ങളെ, നമ്മുടെ ക്വസ്റ്റിനെ തന്നിട്ടുണ്ട് 3 ടൈംസ് ദ സൈഡ് ഓഫ് ദ സ്ക്വയർ. 3 ടൈംസ് ആകുമ്പോൾ 3x ക്വസ്റ്റിനെ തന്നിട്ടുണ്ട് കേട്ടോ, സ്ക്വയർ ആൻഡ് 2 ടൈംസ് ഓഫ് ദ ഇക്വലേറ്റർ ട്രയാങ്കിൾ. 2 ഈ എക്സും വൈയും ഓർത്തോണേ കേട്ടോ. ഇത് എക്സ് അല്ല, ഇത് വൈയാ കേട്ടോ. ഇത് എക്സ്, ഇത് വൈ, ഇത് എക്സ്, ഇത് വൈ ഓർത്തോണേ. നമ്മൾ അഥവാ എഴുതി പോകുന്നെങ്കിൽ നോക്കിക്കോണേ, ഇത് രണ്ടും വൈയാന്ന്. ഈസിക്കൽ ടു എത്ര 71 സെൻറ്റിമീറ്റർ. ഇതും സെൻറ്റിമീറ്ററാണ്, ഇത് സെൻറ്റിമീറ്ററാണ്. അതൊക്കെ നല്ലപോലെ നോക്കിക്കോണം. ഇക്വേഷൻ 2 കിട്ടി. ഇനിയാണ് ഇവിടെ കളി നടക്കുന്നത് കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എന്താ നോക്കി കഴിഞ്ഞാൽ മുമ്പ് നമ്മൾ ചെയ്ത പോലെ തന്നെ ഇവിടെ നോക്കിയേ, 4ഉം 3ഉം വന്ന് വെട്ടാൻ പറ്റുമോ, 3ഉം 2ഉം വന്നു വെട്ടാൻ പറ്റുമോ. അപ്പം മുമ്പ് ചെയ്ത അതേ രീതി ചെയ്താൽ മതി. എങ്ങനെയാ, ഇത് രണ്ടും കൂടി ഗുണിക്കുക. എത്ര 4 × 3 എത്ര നിങ്ങൾ 12 വന്നത്. 4 × 3 12. അപ്പം നമ്മൾ ആ 12 ഇതിനെല്ലാം ആക്കണം. എത്ര 4ൻ്റെ കൂടെ 3 കൂടി ഗുണിച്ചാൽ 12 കിട്ടും. അത് തന്നെ നമ്മൾ ഇതിനും കൊടുക്കണം, അത് തന്നെ ഇതിനും കൊടുക്കണം. മനസ്സിലായോ? 4 × 3 12. അപ്പം 4ൻ്റെ കൂടെ 3 കൊടുത്തു, 3 3 3. ഇനി ഇവിടെ എത്ര, 3ൻ്റെ കൂടെ നമ്മൾ എത്ര കൊടുത്തേ, 4 കൊടുത്തു. ആ 4 തന്നെ ഇതിനെല്ലാം കൊടുക്കണം. അതാണ് ഈ കുഴപ്പം ഇല്ലേ. കൊടുക്കുമ്പോൾ എല്ലാവർക്കും കൊടുക്കണം. നമുക്ക് കൊടുക്കാം. 4 × 3 എത്ര കുഞ്ഞില്ലേ, 12x എളുപ്പമാണ്. പ്ലസ് 3 × 3 എത്ര 3 9 y ഈസിക്കൽ ടു 100 × 3 300 കഴിഞ്ഞു. അടുത്ത 3 × 4 12x കണ്ടോ. ഇത് വെട്ടിക്കളയാൻ വേണ്ടി ഇത്രയും കിടന്ന് കഷ്ടപ്പെട്ടത്. പ്ലസ് 2 × 4 എത്ര 8y ഈസിക്കൽ ടു 71 × 4 1 4 4 7 4 28 കഴിഞ്ഞ് കഥ. 12x 12x പോയാൽ 0, 9y 8y പോയാൽ 1y, 300 284 പോയാൽ 16. അപ്പോൾ വയ്യയുടെ വില നമുക്ക് കിട്ടി 16. ഇപ്പോൾ എങ്ങനെ ഇരിക്കും, ഇങ്ങനെ ഉണ്ട്, കൊള്ളാമോ? വയ്യയുടെ വില കിട്ടി. ഇനി നമുക്ക് എന്താ, ഇതിൽ ഏതെങ്കിലും ഒരു ഐഡൻറ്റിറ്റിയിലോട്ട് കേട്ടോ, ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഇക്വേഷനിലോട്ട് ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. നമുക്ക് ഒന്നാമത്തെ തന്നെ എടുക്കാൻ നോക്കിയേ, 4x + 3y ഈസിക്കൽ ടു 100. വയ്യയുടെ അവിടെ ഈ വിലയിട്ട് കൊടുത്താൽ മതി. വൈ എവിടെ വന്നേ, 4x y വന്നില്ല, പ്ലസ് 3യുടെ അവിടെ y വന്നിട്ടുണ്ട്. 3 × 16 ഈസിക്കൽ ടു 100 കണ്ടോ. 4x ഈസിക്കൽ ടു 4x പ്ലസ് 16 3 48 കേട്ടോ. 6 3 18 1 48 ഈസിക്കൽ ടു 100. 4x ഈസിക്കൽ ടു 100. ഈ പ്ലസ് 48 ഇപ്പുറത്ത് വരുമ്പോൾ -48. അപ്പോൾ 4x ഈസിക്കൽ ടു 100 ൽ 48 പോയാൽ 52. അപ്പോൾ x ഈസിക്കൽ ടു 52/4 ഈസിക്കൽ ടു 13. എക്സും കിട്ടി. അപ്പോൾ ഇവിടെ വൈയും കിട്ടി, എക്സും കിട്ടി. എക്സ് എന്തുമായിരുന്നു, എക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സൈഡ്, അത് ഇവിടെ കാണിക്കണോ നിങ്ങൾ. എന്താ, നമ്മളെടുത്ത വയറിന് നീഡഡ് ഫോർ സ്ക്വയറിന് വേണ്ടി ആവശ്യമുള്ള വയർ. സ്ക്വയറാണേ, മലയാളം എങ്ങനെ പറയാം നമുക്ക്, സ്ക്വയർ അല്ലേ, ചതുരത്തിനു വേണ്ടിയുള്ള കമ്പി എന്ന് വെച്ചാൽ 4x ആണ്. അപ്പോൾ എക്സിൻ്റെ വില നമുക്ക് കിട്ടി 4 × x ഇതാണ് 13. 13 × 4 50, 4 3 12 52. ഓക്കെ. അടുത്ത ത്രികോണത്തിന് വേണ്ടിയുള്ള കമ്പി കേട്ടോ. അതായത് എന്താ, വയറ് നീഡഡ് ഫോർ ഇവിടെ കൊടുക്കണം കേട്ടോ. വയറ് നീഡഡ് ഫോർ ഈക്വലേറ്ററൽ ട്രയാങ്കിൾ എന്ന് കൊടുക്കണം. അതെന്താ 3x. അപ്പോൾ 3 × x 3y ആട്ടോ, 3y. അതെപ്പോഴും x എന്ന് എഴുതി വെക്കല്ലോ കുഞ്ഞുങ്ങളെ. 3y ആന്നേ. കാരണം എന്താ, ഈക്വലേറ്ററൽ ട്രയാങ്കിളിന് y എന്നല്ലേ നമ്മൾ കൊടുത്തത്. അപ്പോൾ 3y ആകുമ്പോൾ y എത്ര 16. അപ്പോൾ 3 × 16 16 3 6 3 18 ശിഷ്ടം 1 48. അപ്പം കണ്ടോ, എഴുതുന്നതിന് വലിയ ഗ്ലാമറൊന്നും നിങ്ങൾ നോക്കണ്ട
കണ്ടോ ഈ ആൻസറിനാണ് വാല്യൂ 52 48. വയറ് നീഡഡ് ഫോർ സ്ക്വയർ ആണ്, ചതുരത്തിന് വേണ്ടിയുള്ള കമ്പി അപ്പോൾ എത്ര വേണം? 52. ഇതെന്താ ത്രികോണത്തിന് വേണ്ടിയുള്ളത് 48. നോക്കി നിങ്ങൾ ഇത് രണ്ടും കൂടെ കൂട്ടിയപ്പോൾ നമുക്ക് 100 വന്നോ നോക്കണം കേട്ടോ. അതായത് 52 48 8 2 10 ശിഷ്ടം 1 100 കണ്ടോ 100 സെൻറ്റിമീറ്റർ. അതായത് നോക്കി 100 സെൻറ്റിമീറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടോ 1 മീറ്റർ ആയിരുന്നു നമ്മുടെ വയറ്. അതിനെ നമ്മൾ മുറിച്ച് ചതുരത്തിന് വേണ്ടി മുറിച്ചെടുത്തു, ത്രികോണത്തിന് വേണ്ടി മുറിച്ചെടുത്തു. കണ്ടോ 52 നമ്മൾ കമ്പിക്ക് ചതുരത്തിന് മുറിച്ചു, ത്രികോണത്തിന് 48 മുറിച്ചു. മനസ്സിലാവുന്നുണ്ടോ? ഓവർ ആവുന്നുണ്ടോ? ഇല്ലല്ലോ, ആവശ്യത്തിനെല്ലാം ഉള്ളോ കേട്ടോ. അപ്പോൾ വൃത്തിയായിട്ട് ചെയ്ത് പഠിക്കുക. നമുക്ക് സ്കൂള് 2-3 ആഴ്ചയും കൂടെ ഉണ്ട്. അപ്പോഴത്തേക്കും നമുക്ക് ഓരോന്നും തീർത്ത് പോകണം. മനസ്സിലാവുന്നെങ്കിലും ഇല്ലെങ്കിലും നിങ്ങൾ കമൻറ്റ് പറയണേ നിങ്ങൾ കേട്ടോ. കാരണം ഞാൻ വെറുതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് കാര്യമില്ലല്ലോ. നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും പറയണേ കേട്ടോ. ഓക്കെ നിങ്ങളെ താങ്ക് യു.